ഹായ് നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് 2014 കേരള PSC നടത്തിയ യൂണിഫോം പോസ്റ്റിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ അസിസ്റ്റൻറ്റ് ജയിലർ, SI, എക്സൈസ് ഇൻസ്പെക്ടർ എല്ലാത്തിൻ്റെയും കോമൺ എക്സാമിനേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ജാഫർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 6 days. ശ്യാം ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 3 days. ഇൻ ഹൗ മെനി ഡേയ്സ് ജാഫർ ആൻഡ് ശ്യാം ടുഗദർ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക്? അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ജാഫറിന് ഒരു വർക്ക് 6 ദിവസം കൊണ്ട് ചെയ്യാം, അതേ വർക്ക് ശ്യാമിന് 3 ദിവസം കൊണ്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ആ വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലൊന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ആ സംഖ്യകൾ തമ്മിലൊന്ന് ഗുണിച്ചെടുക്കുക, എന്നിട്ട് ആ സംഖ്യ തമ്മിൽ കൂട്ടിയതിനെ കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര വരും? 6 × 3 18, 6 + 3 9, 18/9 2. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 2 ആണ് റൈറ്റ് ആൻസർ. അതായത് ജാഫർ 6 days കൊണ്ട് ഒരു വർക്ക് ചെയ്തു, ശ്യാം അതേ വർക്ക് 3 days കൊണ്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ആ സംഖ്യകൾ തമ്മിൽ ജസ്റ്റ് ഗുണിച്ചിട്ട് ആ സംഖ്യകൾ തമ്മിൽ കൂട്ടിയതിനെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടും. Now next question: a train of length 100 meter runs at a speed of 120 km/h from north to south. Another train of length 150 meter travels with a speed of 80 km from south to north. What is the time required to cross each other? അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഒരു ട്രെയിന് 100 മീറ്റർ 120 km/h നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് സഞ്ചരിച്ചു. വേറൊരു ട്രെയിൻ 150 മീറ്റർ ലെങ്ത്തുള്ള ട്രെയിൻ 80 km സ്പീഡിൽ സൗത്ത് ടു നോർത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ അവ ടൈം റിക്വയർഡ് ടു ക്രോസ് ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ രണ്ടും ട്രെയിനുകളും ക്രോസ് ചെയ്യാനെടുത്ത ടൈം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ്. ഇതിൽ നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ടൈം ഇങ്ങോട്ട് കൂട്ടണം. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഇതിൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 2 ട്രെയിനിൻ്റെ ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ രണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം. അതാണല്ലോ ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ 100 + 150 ഡിവൈഡ് ബൈ സ്പീഡ്. സ്പീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ km/h കൊടുത്തിട്ടിരിക്കുന്നത്. km/h നമുക്ക് m/s നമുക്ക് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ സ്പീഡ് എത്രയാണ്? ഒരു ട്രെയിനിൻ്റെ സ്പീഡ് 120 km, മറ്റൊരു ട്രെയിനിൻ്റെ സ്പീഡ് 80 km. ഇത് ട്രെയിനുകൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രെയിനിൻ്റെ സ്പീഡ് യുവും സെക്കൻഡ് ട്രെയിനിൻ്റെ സ്പീഡ് വിയും ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ U+V ആണ്. സെയിം ഡയറക്ഷനിലാണ് സഞ്ചരിച്ചിരുന്നെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ U-V ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് സ്പീഡുകളും തമ്മിൽ ആഡ് ചെയ്യണം. 120 + 80 എത്ര വരും? 200. അപ്പോൾ ടോട്ടൽ സ്പീഡ് 200 km/h ആണ്. അതിനെ m/s 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഈക്വൽസ്. അപ്പോൾ നമുക്കിതിൽ ഡിവൈഡ് ചെയ്യാം. 9 × 2 18, 100 × 2 200, 100 × 5 500 ഡിവൈഡ് ബൈ 9 m/s. ഇത് 100 + 150 ഡിവൈഡ് ബൈ സ്പീഡ്. അപ്പോൾ നമുക്ക് 500/9 കിട്ടി. 500 ഡിവൈഡ് ബൈ 9. 100 + 150 250 ഡിവൈഡ് ബൈ, ഇതൊരു ഭിന്നസംഖ്യയാണ്, അതിനെ ഹരിക്കുന്നതിന് പകരം റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 9 മുകളിൽ വരും, 500 താഴെ വരും. അപ്പോൾ ഒരു 250 250, രണ്ട് 250 500. അപ്പോൾ 9/2 എന്ന് കിട്ടും. 9/2 മീൻസ് 4.5 seconds. അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 4.5 seconds. ഇതെന്താണ് നമ്മൾ ചെയ്തത്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നറിയാം. അപ്പോൾ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ട്രെയിനിൻ്റെ ലെങ്ത്ത് തമ്മിൽ ആഡ് ചെയ്ത് കൊടുക്കണം. 100 + 150 250 എന്ന് കിട്ടും. സ്പീഡ് എന്ന് പറഞ്ഞാൽ
രണ്ട് ട്രെയിനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് രണ്ട് ട്രെയിനിൻ്റെ സ്പീഡിൽ തമ്മിൽ ആഡ് ചെയ്യണം. 120 + 80 200. അങ്ങനെ കിട്ടുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ പെർ അവറിലാണ് കിട്ടുന്നത്. അത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 200 × 5/18 500/9 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ മുകളിലുള്ള മീറ്ററാണ്, താഴെയുള്ള മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഈ മീറ്ററും വെട്ടിപ്പോയിട്ട് മുകളിൽ സെക്കൻഡ് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ടൈം തന്നെയാണ്. അപ്പോൾ 500ൽ 2 പ്രാവശ്യം 250 ഉണ്ട്, ഇത് 1 ആവും. 9/2 4.5. Now next question. A metallic right circular cone of volume 36 pi is melted into a sphere. What is the surface area of that sphere? അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു റൈറ്റ് സർക്കുലർ കോൺ, അതിൻ്റെ വോളിയം 36 പൈ ആണ്. അത് മെൽറ്റ് ചെയ്ത് ഒരു സ്പിയറായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ആ സ്പിയറിൻ്റെ സർഫസ് ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഒരു കോണ് മെൽറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഒരു സ്പിയറായി മാറുമ്പോൾ അതിൻ്റെ വോളിയത്തിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ സ്പിയറിൻ്റെ വോളിയവും കോണിൻ്റെ വോളിയവും സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് സർഫസ് ഏരിയ ആണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. സർഫസ് ഏരിയ, ഒരു സ്പിയറിൻ്റെ സർഫസ് ഏരിയ എന്തൊരു ഈക്വൽ ടു 4πr² ആണ് അതിൻ്റെ ഇക്വേഷൻ. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, 4πr². ഒരു സ്പിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? സ്പിയറിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. എന്താണ്? കോണിൻ്റെ വോളിയം തന്നെയായിരിക്കും സ്പിയറിൻ്റെ വോളിയം. കാരണം കോൺ മെൽറ്റ് ചെയ്തിട്ടാണ് സ്പിയറായി മാറിയിരിക്കുന്നത്. അപ്പോൾ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഷേപ്പിൽ ചേഞ്ച് ഉണ്ടായാലും വോളിയത്തിൽ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ സ്പിയറിൻ്റെ വോളിയവും 36 പൈ ആയിരിക്കും. സ്പിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ 4/3 വോളിയാണ്, πr³ അതെത്രയാണെന്ന് കോണിൻ്റെ വോളിയം തന്നെയായിരിക്കും സ്പിയറിൻ്റെ വോളിയം. അപ്പോൾ കോണിൻ്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് 36 പൈ. വോളിയം ഈക്വൽ ടു 4/3 πr³ = 36 പൈ. കാരണം സ്പിയറിൻ്റെ വോളിയവും കോണിൻ്റെ വോളിയവും സെയിം തന്നെയായിരിക്കും. ഷേപ്പിൽ മാത്രമാണ് മാറ്റം വരുന്നുള്ളൂ. വ്യാപ്തത്തിൽ മെൽറ്റ് ചെയ്ത് വേറൊരു ഷേപ്പ് ആകുമ്പോൾ വ്യാപ്തത്തിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ 4/3 πr³ = 36 പൈ. താഴെ ഇറക്കി എഴുതാം. 4/3 πr³ = 36 പൈ. ഇതിൽ പൈയും വെട്ടിപ്പോവും. 1 4 4 9 4 36. അപ്പോൾ r³ ഇവിടെ 3 ഉണ്ട്, അത് അപ്പുറത്തോട്ട് പോകുമ്പോൾ 9 × 3 എന്നാവും. അത് r³ = നമുക്ക് ഈ 9നെ 3 × 3 × 3 എന്ന് എഴുതാം. പിന്നെ ഒരു 3 കൂടെ ഉണ്ട്. അപ്പോൾ r³ = 3 × 3 ആണെങ്കിൽ r = 3 ആണ്. അപ്പോൾ 6 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി സർഫസ് ഏരിയ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 4π × 3² = 4π × 9. 9 4 36. അപ്പോൾ 36 പൈ നമുക്ക് കിട്ടും. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 36 പൈ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? റൈറ്റ് സർക്കുലർ കോണിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. ആ കോൺ മെൽറ്റ് ചെയ്തൊരു സ്പിയറായി മാറുന്നു. അപ്പോൾ സ്പിയറിൻ്റെ വോളിയവും കോണിൻ്റെ വോളിയം സെയിം തന്നെയായിരിക്കും. അപ്പോൾ സ്പിയറിൻ്റെ വോളിയം 36 പൈ എന്ന് കിട്ടി. സ്പിയറിൻ്റെ വോളിയം 4/3 πr³ ആണ്. അത് 36 പൈ എന്ന് കിട്ടി. അതിൽ നിന്ന് 6 നമുക്ക് 3 എന്ന് കിട്ടി. നമുക്ക് ഈ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. 4πr². 3 എന്നുള്ളത് 4πr² ഇട്ട് കൊടുക്കുമ്പോൾ 4π × 3² എന്നാവും. 4π × 9 എന്നാവും. 9 4 36 പൈ എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4. 4 years ago Ramu's age is the square root of his father's age. Now the age of Ramu and his father are in the ratio 1:4. Then what is Ramu's age? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 വർഷങ്ങൾക്ക് മുമ്പ് രാമുവിൻ്റെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദറിൻ്റെ ഏജിൻ്റെ സ്ക്വയർ റൂട്ടാണ്. ഇപ്പോൾ രാമുവിൻ്റെ ഏജും ഫാദറിൻ്റെ ഏജും തമ്മിലുള്ള റേഷ്യോ 1:4 ആണ്. അങ്ങനെയാണെങ്കിൽ രാമുവിൻ്റെ ഇപ്പോഴത്തെ ഏജാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 2 രീതി ചെയ്യാം നമുക്ക്. ഒന്ന് ആൻസർ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസർ കണ്ടെത്താം. ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 40. ഇതിൽ 4 years ago Ramu's age is the square root of his father's age. Now the age of Ramu and his father are in the ratio 1:4. രാമുവിൻ്റെയും ഫാദറിൻ്റെയും ഏജുകൾ തമ്മിലുള്ള റേഷ്യോ 1:4 ആണ്. ഇപ്പോഴത്തെ വയസ്സ് രാമുവിൻ്റെ വയസ്സ് 8 ആയിട്ട് എടുക്കുക.
അതായത് 1:4 ആണ് രാമുവിൻ്റെയും ഫാദറിൻ്റെയും തമ്മിലുള്ള ഇപ്പോഴത്തെ റേഷ്യോ. അപ്പോൾ രാമുവിൻ്റെ വയസ്സ് 8 ആയിട്ട് എടുക്കുക. അപ്പോൾ 1 × 8 ആണ് 8. അപ്പോൾ ഫാദറിൻ്റെ ഏജ് എത്രയായിരിക്കും? 4 × 8 വരും. അപ്പോൾ 32 എന്ന് വരും. 4 years ago ആവുമ്പോൾ രാമുവിൻ്റെ വയസ്സ് 4 32 4 മുമ്പ് 28 ആവും. അതെന്താണെന്നാണ് പറഞ്ഞേക്കണേ? =√28 ആണോ? അല്ല. അപ്പോൾ 8 ഓപ്ഷൻ തെറ്റാണ്. അടുത്ത ഓപ്ഷൻ എടുക്കുക 10. അപ്പോൾ 1 × 10 10, 4 × 10 40. 4 വർഷങ്ങൾക്ക് മുന്നേ ആകുമ്പോൾ 10 - 4 6, 40 - 4 36. അതെന്താണെന്ന് പറഞ്ഞാൽ 4 വർഷങ്ങൾക്ക് മുമ്പേ രാമുവിൻ്റെ ഏജ് =√= ഫാദർ ഏജ്. ശരിയല്ലേ? 36ൻ്റെ റൂട്ടാണ് 6. 6 × 6 36. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി 10 ആണ് റൈറ്റ് ആൻസർ. ഇങ്ങനെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്താം. ഇനി ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടെത്തണമെന്ന് നോക്കാം. ആദ്യം 4 years ago. 4 years ago രാമൂസ് ഏജ് 6 ആയിട്ട് എടുക്കാം. R =√= ഫാദർ ഏജ്. ഫാദർ ഏജ് F ആയിട്ട് എടുക്കാം. അവിടെ കിടക്കട്ടെ. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ നമുക്ക് R² എന്ന് പറഞ്ഞാൽ F ആയിട്ട് എടുക്കാം. ഇനി നൗ ഇപ്പോഴത്തേലെന്താ? രാമുവിൻ്റെ ഏജ് 4 വർഷങ്ങൾക്ക് മുമ്പ് രാമുവിൻ്റെ ഏജ് 6 ആയാൽ ഇപ്പോഴത്തെ വയസ്സ് R+4 ആയിരിക്കും. ഫാദറിൻ്റെ ഏജ് ഇപ്പോഴത്തെ ഏജ് F+4 ആയിരിക്കും. അതായത് രാമുവിൻ്റെ ഏജ് 6 ആയിട്ടും ഫാദറിൻ്റെ ഏജ് F ആയിട്ടാണ് 4 years ഒക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ R =√= ഫാദർ ഏജ്, ദെൻ R² F. അപ്പോൾ ഇപ്പോഴത്തെ ഏജ് R+4ഉം ഫാദറിൻ്റെ ഏജ് F+4ഉം ആണ്. അത് തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന് പറഞ്ഞേക്കണേ? =1:4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് R+4 / F+4 =1/4 എന്ന് എഴുതാം. നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. അപ്പോൾ 4 × R+4 = 1 × F+4 F+4 തന്നെ. ഇത് 4 × R 4R, 4 × 4 16. ഈ =ൻ്റെ അപ്പുറം +4 ആണ്, അത് ഇങ്ങോട്ട് -4 ആവും. F. അപ്പോൾ 16 - 4 12 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ F എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഇവിടെ നിന്ന് F =R² എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 4R + 12 = R². ദെൻ R², ഈ 4R ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോവുക, ഈ 12ഉം അപ്പുറത്തോട്ട് പോവുക. അപ്പോൾ എന്താവും? R - 4R മൈനസ് ഈ +12 അപ്പുറത്തോട്ട് പോകുമ്പോൾ -12 = 0. അപ്പോൾ ഒരു സ്ക്വയറിലുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇത് പല രീതിയിൽ ഇത് സോൾവ് ചെയ്യാം. എളുപ്പത്തിൽ സോൾവ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുക 12ഉം ഗുണനഫലം 4 ആയിട്ടുള്ള 2 സംഖ്യകൾ കണ്ടുപിടിക്കുക. തുക 12, ഗുണനഫലം 4. 6 × 2 12 ആണ്. 6 + 2 12 അല്ല, പക്ഷേ -6 + 2 -4 ആണ്. അപ്പോൾ ഇവിടെ -6 × 2 -12 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? R - 6 × R+2 = 0. അങ്ങനെയാണ് സ്ക്വയർ റൂട്ടിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ R = 6 ഓർ -2 എന്ന് കിട്ടും. -2 നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വർഷങ്ങൾക്ക് മുമ്പുള്ള രാമുവിൻ്റെ വയസ്സാണ്. ഇപ്പോഴത്തെ വയസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വയസ്സ് R+4 ആണ്. അപ്പോൾ R+4 = 6 + 4 = 10. ഇപ്പോൾ നമ്മൾ PSCയിൽ ഒരിക്കലും ഇങ്ങനത്തെ ഇലാബറേറ്റ് ചെയ്തുള്ള ആൻസറിലേക്ക് പോയത് ഓപ്ഷനിൽ നിന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ കണ്ടുപിടിക്കുക. ഇത് മനസ്സിലാവാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 8, 9 and 12? 8, 9 and 12 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആ ചെറിയ സംഖ്യ കാണുന്നെങ്കിൽ ഇതിൻ്റെ LCM കണ്ടാൽ മതി. LCM എങ്ങനെ കാണാം? 8, 9, 12. ഇതിന് കോമൺ ആയിട്ട് നമുക്ക് പറ്റില്ല. 9നും 12നും 3 കൊണ്ട് പറ്റും. 8 താഴെ ഇറക്കി എഴുതുക. 3 × 3 9,
4 × 3 12. ഇതിൽ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 4 8 3 അടിക്കാൻ പറ്റില്ല, അതുപോലെ താഴെ ഇറക്കി ചെയ്തുക. 1 × 4 4. ഇനി അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 4 × 2 × 3 × 1. 3 × 4 12, 12 × 2 24, 24 × 3 72. അപ്പോൾ 72 ആണ് ഈ 3 നമ്പറും കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 72-നേക്കാൾ താഴ്ന്നൊരു സംഖ്യ ഇല്ല. അപ്പോൾ 72-നെ 8 കൊണ്ട് ഹരിക്കാം, 72-നെ 9 കൊണ്ട് ഹരിക്കാം, 72-നെ 12 ഹരിക്കാം. അപ്പോൾ 8-നെയും 9-നെയും 12-നെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 3 സംഖ്യ തന്നിട്ട് അതുകൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ആ 3 സംഖ്യകളുടെയും LCM കണ്ടാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ ഓപ്ഷൻ എ 72. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 6 ആൻഡ് 15? അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. 4 ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഓപ്ഷൻസ് അത് എഴുതുക. എ ഈക്വൽ ടു ഓപ്ഷൻ എ 1215, ഓപ്ഷൻ ബി 1720, ഓപ്ഷൻ സി 2160, ഓപ്ഷൻ ഡി 3260. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറയുക? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 6 ആൻഡ് 15. 6 കൊണ്ടും 15 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ഈ 6-ൻ്റെ 15-ൻ്റെ LCM കാണണം. 6 15, ഇത് 3 കൊണ്ട് പറ്റും. 2 × 3 6, 5 × 3 15. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ 3 × 2 × 5, 3 × 2 6, 6 × 5 30. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ 30 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ നോക്കിയാൽ മതി. 15 ഒരിക്കലും സാധിക്കില്ല. കാരണം എന്താ, 30 60 90 120 ആ രീതിയിലാണ് പോകണം. എല്ലാത്തിലും 0 ഉണ്ടാവും അവസാനം. അപ്പോൾ 1215 പറ്റില്ല. പിന്നെയുള്ള 1720, 2160, 3260. ഇതിൽ 1720 നോക്കുക, ജസ്റ്റ് ഹരിച്ചെടുക്കുക. 30, 5 × 30 150, 2 2 0, 7 × 3 21, 0 0 2 1. സിസ്റ്റം 10 കിട്ടി. അപ്പോൾ ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കുക. 2160 ഡിവൈഡ് ബൈ 30. 7 × 3 21, 0 6 0 0, 2 × 30 60. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഹരിക്കാം 30 കൊണ്ട്. അപ്പോൾ 6 കൊണ്ടും 15 കൊണ്ടും ഹരിക്കാൻ കഴിയും. അപ്പോൾ ഓപ്ഷൻ സി 2160 ആണ് റൈറ്റ് ആൻസർ. വേണമെങ്കിൽ നമുക്ക് 3260 ചെയ്തു നോക്കാം. പക്ഷേ കാര്യമില്ല, അത് ഹരിക്കാൻ കഴിയില്ല. ഒരു ഓപ്ഷനല്ലേ കറക്റ്റായിട്ടുണ്ടാവുള്ളൂ. 1 × 30 32 6 ഹരിക്കാൻ കഴിയില്ല. അടുത്തത് താഴോട്ടിറക്കി എഴുതി. ഹരിക്കാൻ കഴിയില്ല. ശിഷ്ടം 20. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 2160. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. HCF ഓഫ് 24, 48 ആൻഡ് 60 ഈസ് ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 24. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് HCF കാണാനാണ്. HCF എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ ഉസാഗ എന്ന് പറയും. ഉസാഗ ഉത്തമ സാധാരണ ഗുണിതം, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് ഈ 3-ൻ്റെയും ഘടകങ്ങളിൽപ്പെട്ടൊരു ഘടകമാണ്, പക്ഷെ അത് ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കണം. അതായത് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 6 × 4 24. അപ്പോൾ 6 24-ൻ്റെ ഒരു ഘടകമാണ്. 6 × 8 48, 6 × 10 60. അപ്പോൾ 6 ഒരു ഘടകമാണ്, പക്ഷെ അത് ഹയസ്റ്റ് ആണോ എന്ന് അറിയണം. ആ 6 8 12 24 4 സംഖ്യയാണ്. അതിൽ ഏറ്റവും ഹയസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 8 നോക്കാം. 8 × 3 24, 6 × 8 48, then 8 × 8
64 വരുന്നത്, 60 വരുന്നില്ല. അപ്പോൾ ഈ മൂന്നിൻ്റെയും ഘടകം അല്ല 8, കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ അല്ല 8. ഇത് രണ്ടിൻ്റെയും കോമൺ ഫാക്ടറാണ്, പക്ഷേ ഇവിടെ 8 ഒരു കോമൺ ഫാക്ടറായിട്ട് വരില്ല. അപ്പോൾ അടുത്ത 12 എടുത്ത് നോക്കാം. 12 × 2 24, 12 × 4 48, 12 × 5 60. അപ്പോൾ 12ഉം ഒരു കോമൺ ഫാക്ടറാണ്, 24ൻ്റെയും 48ൻ്റെയും 60യുടെയും. ഇനി 24 ആകുമ്പോഴോ 24 × 1 24, 24 × 2 48, 24 × 3 അത് 60 അല്ല 72 വരും അല്ലേ. അപ്പോൾ 24 ഒരു കോമൺ ഫാക്ടർ അല്ല, 8 ഒരു കോമൺ ഫാക്ടർ അല്ല. അപ്പോൾ 6 ഒരു കോമൺ ഫാക്ടറാണ്, 12 ഒരു കോമൺ ഫാക്ടറാണ്. അതിൽ ഏറ്റവും വലുത് 12 ആണ്. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് HCF എന്ന് പറഞ്ഞത്. അപ്പോൾ ആൻസർ 12. ഇത് നമുക്ക് ബൈ ട്രയൽ വെച്ച് കണ്ടുപിടിക്കാം. അതല്ലാണ്ട് നമുക്ക് സംഖ്യകൾ എഴുതി ലസാഗു LCM കാണുന്നത് പോലെ തന്നെ കണ്ടുപിടിക്കാം. സംഖ്യകൾ എഴുതുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 24 30. ഇതിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 8 10. പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 × 2 4, 4 × 2 8 5. ഇനി കോമൺ ആയിട്ട് 3നും കൂടി കോമൺ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ 3നും കൂടി കോമൺ ആയിട്ടില്ല. 2ൽ 2 പോകും, 4ൽ 2 പോകും, പക്ഷേ 5ൽ പോകില്ല. 5ലാണെങ്കിൽ 5 മാത്രമേ ഉള്ളൂ ഘടകം. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് ഈ ഒരു ഭാഗം മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ HCF എന്ന് പറഞ്ഞാൽ 2 × 3 × 2, 23 6, 6 12. നമുക്ക് അങ്ങനെയും കണ്ടെത്താം. അപ്പോൾ ഇത് എഴുതുമ്പോൾ ഇത്ര വലുതായിട്ട് തോന്നുന്നില്ല, സിമ്പിളാണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ 6 8 12 24. ഇതിൽ ഉള്ള ഏറ്റവും വലിയ കോമൺ ഫാക്ടർ 6 എല്ലാത്തിലും പറ്റും, 12ഉം എല്ലാത്തിലും പറ്റും. അപ്പോൾ 12ആണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. 8 പറ്റില്ല, 24 പറ്റില്ല. ബൈ ട്രയൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരെ LCM കാണുന്ന പോലെ എഴുതി 3നും കൂടി ഒരു കോമൺ ആയിട്ട് വരാണ്ടിരിക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ സംഖ്യകൾ ഗുണിച്ചെടുത്താൽ നമുക്ക് HCF കിട്ടും. ഓക്കെ, നൗ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇഫ് ദ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് സ്പിയർ ആർ ഇൻ ദ റേഷ്യോ 1:2, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ പറയണേ, ഒരു സ്പിയറിൻ്റെ സർഫസ് ഏരിയയും വോളിയവും തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. സർഫസ് ഏരിയ ഓഫ് സ്പിയർ എന്താണ്? സർഫസ് ഏരിയ ഓഫ് സ്പിയർ എന്ന് പറഞ്ഞാൽ 4πr². സർഫസ് ഏരിയ. വോളിയം ഓഫ് സ്പിയർ 4/3πr³. അപ്പോൾ സർഫസ് ഏരിയ ഇസ് ടു വോളിയം ഓഫ് സ്പിയർ ഏത് റേഷ്യോയിലാണെന്നാണ് പറഞ്ഞേക്കണേ? 1:2 എന്നാണ് പറഞ്ഞേക്കണേ. 1:2. അപ്പോൾ നമുക്ക് സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ 1/2 എന്ന് എഴുതാം. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ഡിവൈഡഡ് ബൈ 4/3πr³ ഈക്വൽ ടു 1/2. ഇതിൽ 4πയും വെട്ടിപ്പോവും. r² r³ വെട്ടിയിട്ട് ഇവിടെ 6 ബാക്കിയാവും. ഈ 3 6ൻ്റെ ഡിവൈഡഡ് ബൈ r 3 അല്ലേ, അപ്പോൾ ഇത് മുകളിലോട്ട് വരും. 3/r ഈക്വൽ ടു 1/2 എന്ന് വരും. ക്രോസ് ചെയ്യുക. 6 × 1 6 തന്നെ, 3 × 2 6. അപ്പോൾ റേഡിയസ് എത്രയാണ് കിട്ടും? 6 കിട്ടും. വെരി സിമ്പിളാണ്. ഇതിൽ നമുക്ക് അറിയേണ്ടത് സർഫസ് ഏരിയ ഓഫ് സ്പിയർ എന്താണെന്ന് അറിയണം. സർഫസ് ഏരിയ ഓഫ് സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4πr² ആണ്. വോളിയം ഓഫ് സ്പിയർ എന്ന് പറഞ്ഞാൽ 4/3πr³ ആണ്. ഈ സർഫസ് ഏരിയയും വോളിയവും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ സർഫസ് ഏരിയ ബൈ വോളിയം എന്ന് പറഞ്ഞാൽ 1/2 എന്ന് കിട്ടും. സർഫസ് ഏരിയ 4πr² കൊടുത്തു, വോളിയം 4/3πr³ കൊടുത്തു. അത് 4πയും വെട്ടിപ്പോയി. r² r³ വെട്ടിപ്പോകുമ്പോൾ ഇവിടെ സ്ക്വയറാണ്, അപ്പോൾ 6 പോയി. ഇവിടെ r³ ഒരു 6 മാത്രം ബാക്കിയുണ്ടാവും അല്ലേ. r² എന്ന് പറഞ്ഞാൽ 6 × r, r³ എന്ന് പറഞ്ഞാൽ 6 × 6 × r. 2 പോയി 1/r എന്ന് വരും അല്ലേ. അപ്പോൾ 3/r. ഇവിടെ 4/3 ഒരു 3 ബാക്കിയുണ്ട്. ആ 3 മുകളിലോട്ട് പോകും. 3/r = 1/2. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 6 × 1 r, 3 × 2 6. ഇത്രേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 8ൻ്റെ ആൻസർ ഓപ്ഷൻ D 6.
Question number 9. A merchant sells $2 of price respectively Rs 100 and Rs 150 with a profit of 30% on first and a loss of 30% on second. What is his net profit or loss? അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞാൽ ഒരു മർച്ചൻ്റ് 100 രൂപയുള്ളതും 150 രൂപയായിട്ടുള്ള $2 30% ലാഭത്തിലും രണ്ടാമത്തെ ഡോളറിന് 30% നഷ്ടത്തിലും വിറ്റു. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കുണ്ടായ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഏതാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഡോൾ വിറ്റേക്കണം ആദ്യത്തെ ഡോളിൻ്റെ പ്രൈസ് 100ഉം രണ്ടാമത്തെ ഡോളിൻ്റെ പ്രൈസ് 150 ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 100 + 150. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് 150. ആദ്യത്തെ ഡോളിൻ്റെ പ്രൈസ് 100ഉം രണ്ടാമത്തെ ഡോളിൻ്റെ പ്രൈസ് 150 ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് 250. ഇനി ഫസ്റ്റ് ഡോള് സെല്ല് ചെയ്ത പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എത്ര വരും? അത് 30% പ്രോഫിറ്റിലാണ്. ഉള്ള വിലയുടെ 30% പ്രോഫിറ്റിലാണ് അത് സെല്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ 100 + 30, 100ൻ്റെ 30% എത്ര? 30 തന്നെയല്ലേ. 100 × 30/100 30 തന്നെ. അപ്പോൾ ഫസ്റ്റ് ഡോൾ സെല്ലിംഗ് പ്രൈസ് 130. ഈ സെക്കൻഡ് ഡോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 30% നഷ്ടത്തിലാണ് വിറ്റേണത്. അപ്പോൾ 150 - 150 × 30/100. 0 വെട്ടിപ്പോയി, 0 വെട്ടിപ്പോയി. 5 × 3 2 5 30, 3 5 45. അപ്പോൾ 150 - 45 105. അപ്പോൾ ഫസ്റ്റ് ഡോൾ സെല്ലിംഗ് പ്രൈസ് 30% ലാഭത്തിൽ പറ്റും. അപ്പോൾ ഉള്ള വില 100, അതിൻ്റെ 30% ലാഭം 100 × 30/100 130. സെക്കൻഡ് ഡോൾ സെല്ലിംഗ് പ്രൈസ് 30% നഷ്ടത്തിലാണ് വിറ്റേക്കുന്നത്. അപ്പോൾ 150 - 150 × 30/100 അപ്പോൾ 105 എന്ന് കിട്ടും. ഇനി അപ്പോൾ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് = 130 + 105. അപ്പോൾ എത്ര വരും? 235. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റും കിട്ടി, ടോട്ടൽ സെല്ലിംഗ് പ്രൈസും കിട്ടി. ഇതിലേതാണ് കൂടുതൽ? ടോട്ടൽ കോസ്റ്റാണ് കൂടുതൽ. അഥവാ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ 200, പാവയുടെ വില 250, നമ്മൾ വിറ്റ വില 235. അപ്പോൾ ശരിക്കും നമ്മുടെ കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവാണ് വന്നേക്കണം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാതെ എന്താണ് നഷ്ടത്തിലാണ് പോയേക്കണത്. അപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യനിൽ ഇത് ഉറപ്പായിട്ടും ലോസ് ആയിരിക്കും. ഇനി നമുക്ക് ലോസ് എത്ര വരും? ലോസ് = 250 - 235 വരും. എത്ര വരും? 15. അപ്പോൾ 15 ആണ് നമുക്കുണ്ടായ ലോസ്. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് 15 / നമ്മുടെ കോസ്റ്റ് പ്രൈസ്. നമുക്ക് 250 ആണ് കോസ്റ്റ് പ്രൈസ് × 100. ഇപ്പോൾ 0 വെട്ടി, I 5 25, E 5 10, ഓറഞ്ച് 5, 3 5 അപ്പോൾ 23 6. അപ്പോൾ 6% ലോസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓർത്തിരിക്കേണ്ട ലോസ് പെർസെൻറ്റേജ് കാണണമെങ്കിൽ നമ്മുടെ ലോസ് / കോസ്റ്റ് പ്രൈസ് × 100 അത് ചെയ്താൽ മതി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ A 6% ലോസ്. ഇത് PSCയുടെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ C 15% ലോസ് എന്ന് പറഞ്ഞ് കാണാറുണ്ട്. അതിന് കാരണം ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിൻ്റെ ഒരു പ്രശ്നമാണ്. മർച്ചൻ്റ് സെൽസ് $2 ഓഫ് പ്രൈസ് റെസ്പെക്റ്റീവ്ലി Rs 100 and 150. മർച്ചൻ്റ് സെല്ല് ചെയ്ത പ്രൈസ് 100 150 ചിലർ വർക്കൗട്ട് ചെയ്യുമ്പോൾ എടുക്കാറുണ്ട്. അങ്ങനെയല്ല പറഞ്ഞേക്കണം. മർച്ചൻ്റ് സെൽസ് $2 ഓഫ് പ്രൈസ് 100 150 രൂപയായിരുന്ന ഡോളിനെ വിറ്റത് 30%-ലും 30% ലാഭത്തിലും 30% നഷ്ടത്തിലും എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു മിസ്റ്റേക്കായിട്ട് ചിലർ വർക്കൗട്ട് ചെയ്യുമ്പോൾ വേറെ ആൻസർ കിട്ടാറുണ്ട്. പക്ഷേ ഇതാണ് റൈറ്റ് ആൻസർ. ഇത് തന്നെയാണ് PSCയുടെ ആൻസർ കീയിലുള്ള ആൻസറും. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോവാം. 1st January of 2013 is Tuesday. How many Tuesdays are there in 2013? അപ്പോൾ 1st January 2013 എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണ് പറഞ്ഞേക്കണേ? ട്യൂസ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ
ആ വർഷം എത്ര ട്യൂസ്ഡേയ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കണത്. അപ്പോൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക, ഏതൊരു വർഷവും തുടങ്ങുന്ന അതേ ദിവസം തന്നെയായിരിക്കും ആ വർഷം അവസാനിക്കുന്നത്. അതായത് 1 ജനുവരിയും 31 ഡിസംബറും എല്ലാത്തിലും ഒരേ ദിവസം തന്നെയായിരിക്കും, എക്സെപ്റ്റ് ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ വന്നു കഴിയുമ്പോൾ 1 ജനുവരി 31 ഡിസംബറും സെയിം ഡേ ആവില്ല, ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസമായിരിക്കും. അത് ഫോർ എക്സാമ്പിൾ ലീപ്പ് ഇയർ ആണെങ്കിൽ, ലീപ്പ് ഇയറിൻ്റെ കേസിലാട്ടോ 1 ജനുവരി സൺഡേ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 31 ഡിസംബർ മൺഡേ ആയിരിക്കും. പക്ഷേ അല്ലാത്ത കേസുകൾ, ലീപ്പ് ഇയർ അല്ലാത്ത വർഷങ്ങളിലെല്ലാം 1 ജനുവരിയും 31 ഡിസംബറും സെയിം ഡേ ആയിരിക്കും. മാത്രമല്ല ആ ദിവസം മാത്രം ആ വർഷത്തിൽ 53 ദിവസം ഉണ്ടാവും. ബാക്കി എല്ലാ ദിവസങ്ങളും 52 ആയിരിക്കും. പക്ഷേ ലീപ്പ് ഇയർ അല്ലാത്ത വർഷത്തിൽ 1 ജനുവരി ഏത് ദിവസമാണോ അത് തന്നെയായിരിക്കും 31 ഡിസംബറും, അത് 53 ദിവസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണേ 1 ജനുവരി 2013 ഈസ് ട്യൂസ്ഡേ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ട്യൂസ്ഡേയ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഈ തുടങ്ങുന്ന ദിവസത്തിൽ തന്നെ അവസാനിക്കുന്നതുകൊണ്ട് ട്യൂസ്ഡേ 53 ട്യൂസ്ഡേയ്സ് ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ സി 53 ആണ് റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11 പറഞ്ഞിരിക്കുന്നത് എന്താ? ഇപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീക്വൻസ് 4, 9, 25, 49. 4, 9, 25, 49. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ബന്ധം കണ്ടുപിടിക്കണം. 4 നോക്കുമ്പോൾ തന്നെ 4, 9, 25, 49 നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാത്തിൻ്റെ സ്ക്വയറാണ്. 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 5ൻ്റെ സ്ക്വയർ 25, 7ൻ്റെ സ്ക്വയർ 49. അപ്പോൾ അടുത്ത ടേം ഏതാവുമെന്ന് ചോദിച്ചു. ഈ നമ്പറിന് എന്താ പ്രത്യേകത? 2, 1, 3, 3, 1, 4 അങ്ങനെയല്ല പോയത്. 2, 1, 3, 3, 2, 5, 5, 2, 7. അപ്പോൾ അപ്പോഴും കറക്റ്റ് ആവുന്നില്ല. ഈ നമ്പറുകൾ ശ്രദ്ധിച്ച്, ഈ നമ്പറുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. 2, 3, 5, 7 കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രൈം നമ്പർ 8. 8നെ ഡിവൈഡ് ചെയ്യാൻ കഴിയും, 9 ഡിവൈഡ് ചെയ്യാൻ കഴിയും, 10 ഡിവൈഡ് ചെയ്യാൻ കഴിയും. 11 ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. 11ഉം 1ഉം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഘടകങ്ങൾ. ഇപ്പോൾ 11. അടുത്ത നമ്പറോ 12 ഘടകങ്ങളാക്കാം, 13. അപ്പോൾ ഈ പ്രൈം നമ്പേഴ്സിൻ്റെ സ്ക്വയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 7 കഴിഞ്ഞിട്ടുള്ള പ്രൈം നമ്പർ 11 ആണ്. അപ്പോൾ 11ൻ്റെ സ്ക്വയർ ആയിരിക്കും ഇവിടെ വന്നത്. 11ൻ്റെ സ്ക്വയർ എത്രയാണ്? 121. അപ്പോൾ ഓപ്ഷനിലുണ്ടോയെന്ന് നോക്കാം. ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ബി 121 അതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഓപ്ഷൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 8, 4, 2, 5. ഓപ്ഷൻ ബി 6, 3, 2, 5. ഓപ്ഷൻ സി 7, 2, 2, 5. ഓപ്ഷൻ ഡി 9, 2, 2, 5. ഇതിലെന്താണ് പ്രത്യേകത? ഇതിൽ 7, 2, 2, 5 85ൻ്റെ സ്ക്വയറാണ്. 85ൻ്റെ 85 ആണ് 7, 2, 2, 5. ബാക്കിയൊരു സംഖ്യകളും സ്ക്വയറായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അതിന് കാരണം വേറെ ഏതെങ്കിലും ബന്ധങ്ങൾ നമുക്ക് കണ്ടെത്താം എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 7, 2, 2, 5 ആണ്. വേറെ ഏതെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14. ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീക്വൻസ് ബി, സി, ഇ, ജി, ഇതിൽ
സീക്വൻസ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ എൽ, ഓപ്ഷൻ ബി എം, ഓപ്ഷൻ സി എൻ, ഓപ്ഷൻ ഡി ഒ. ഇതിലേതായിരിക്കും? ഇതിൽ ബി കഴിഞ്ഞ സി, സി കഴിഞ്ഞ ഡി ഇല്ല, ഇ ആണ്. ഇ കഴിഞ്ഞ എഫ് ഇല്ല, ജി ആണ്. ജി കഴിഞ്ഞ എച്ച് ഇല്ല, ഐ ഇല്ല, കെ ആണ്. ഒരു ബന്ധത്തിലല്ല പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നമ്പറുകളൊന്ന് നോക്കാം. നമ്പർ എ 1, ബി 2, സി 3, ഇ 4 അല്ല 5, ജി ഇ എഫ് ജി അപ്പോൾ 6 അല്ല 7, ജി കഴിഞ്ഞാൽ പിന്നെ എച്ച് ഇല്ല, ഐ ഇല്ല, കെ ഇല്ല. അപ്പോൾ 8 ഇല്ല, 9 ഇല്ല, ജി എച്ച് ഐ ജെ 3 അക്ഷരമല്ല. അപ്പോൾ 8, 9, 10, 11, കെ 11. അപ്പോൾ അടുത്ത ലെറ്റർ ഏത് വന്നെന്ന് നോക്കാം. അപ്പോൾ ഈ 2, 3, 5, 7, 1 എന്താ? അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രൈം നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. 2, 3, 5, 7, 11. അടുത്ത പ്രൈം നമ്പർ എത്രയാണ്? 13 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെ എൽ എം. അപ്പോൾ ഓപ്ഷൻ ബി എം ആണ് റൈറ്റ് ആൻസർ. മനസ്സിലായില്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Question number 15. In a certain coding, apple is coded as ആപ്പിൾ കോഡ് ചെയ്തേക്കുന്നത് 51216161. ആപ്പിൾ കോഡ് ചെയ്തേക്കുന്നത് ഈ നമ്പർ പ്രകാരമാണ്. അങ്ങനെയാണെങ്കിൽ മാംഗോ എങ്ങനെ കോഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ ആപ്പിളിൻ്റെ എയുടെ നമ്പർ എത്രയാണ്? A1. 1 ഇവിടെ ഇല്ല, പക്ഷേ ഈ ഭാഗത്ത് 1 ഉണ്ട്. പിയുടെ നമ്പറോ? പി ഇത് അറിയില്ലെങ്കിൽ നമ്മളിപ്പോൾ എഴുതി നോക്കണം. A B C D E F G H I J K L M N O P. അപ്പോൾ 1 ആണ്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. അപ്പോൾ P 16 ആണ്. അപ്പോൾ പിയുടെ എയുടെ 1 ഇവിടെ ഉണ്ട്, പിയുടെ 16 ഇവിടെ ഉണ്ട്, പിന്നെയും പി ആവർത്തിച്ച് വേണം, വീണ്ടും ഒരു 16 ഉണ്ട്. എല് 12 ആണ്. അപ്പോൾ 12 ഇവിടെ ഉണ്ട്. ഇ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5ഉം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഓപ്പോസിറ്റാണ് ഇവിടെ. എയുടെ നമ്പർ അവിടെ കൊടുത്തേക്കുന്നു, പിയുടെ നമ്പർ പിന്നീട് അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ മാംഗോ എഴുതും. പക്ഷേ ഇവിടെ ഒരു 01 ആണ് കൊടുത്തേക്കണേ. അപ്പോൾ എ എന്നുള്ളത് 01 ആയിട്ട് എടുക്കും. അപ്പോൾ ബിയും 02, 03, ഡി 04, 05, 06, 07 അങ്ങനെ എടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മാംഗോയുടെ ഓടെ നമ്പർ 15 അത് ആദ്യം എഴുതുക. ജിയുടെ നമ്പർ 7 പകരം 07 കൊടുക്കുക. എന്നിൻ്റെ നമ്പർ 14, എയുടെ നമ്പർ 01, എമ്മിൻ്റെ നമ്പർ 13. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 15071140113 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 16. ക്വസ്റ്റ്യൻ നമ്പർ 16 പറഞ്ഞേക്കണം √8 + √2 ദി ഹോൾ സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചത്. ഇത് സിമ്പിളാണ്. ഇത് a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതേ ഇക്വേഷനാണ്. a + b ഹോൾ സ്ക്വയർ = a² + b² + 2ab. ഇപ്പോൾ 8ൻ്റെ സ്ക്വയർ √8ൻ്റെ സ്ക്വയർ 8, √2ൻ്റെ സ്ക്വയർ 2 പ്ലസ് 2 × √8 × √2 എന്ന് വരും. 8 2 10 പ്ലസ് 2 × രണ്ടിൻ്റെയും ഒരേ റൂട്ട് കൊടുക്കുക. 8 × 2 = 10 പ്ലസ് 2 × 8 × 2 16 ആണ് നമുക്കറിയാം. 16ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 2 × 4 8 ആണെന്നറിയാം. അപ്പോൾ 8 + 10 18. ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷനിൽ ആൻസർ എ ആണ്. അപ്പോൾ ഓപ്ഷൻ എ 18 ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇഫ് 14th April 2013 is Sunday, 20th September 2013 is 14th April 2013 ഈസ് സൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ
20th സെപ്റ്റംബർ 2013 തന്നെയാണ് ചോദിച്ചാണ് എത്രയാണ്. അപ്പോൾ ഇതിൽ വേറെ ഇക്വേഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഏപ്രിൽ മാസം എടുക്കുക. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. ഏപ്രിലിൽ 14 ദിവസം കഴിഞ്ഞാൽ ബാക്കി എത്ര ദിവസമുണ്ട്? ഏപ്രിൽ ആകെ 30 ദിവസമാണുള്ളത്. ഇപ്പോൾ 16 ദിവസമുണ്ട്. മെയ്യിൽ 31 ദിവസമുണ്ട്, അത് എഴുതുക. ജൂണിൽ 30 ദിവസമുണ്ട്. ജൂലൈയിൽ 31 ദിവസമുണ്ട്. ആഗസ്റ്റിൽ 31 ദിവസമുണ്ട്. സെപ്റ്റംബറിൽ 20ാമത്തെ ദിവസം ഏതാണ്? അപ്പോൾ 20 മാത്രം എടുക്കുക. ഒന്ന് കൂട്ടി കൊടുക്കുക. 6 1 7, 7 1 8, 8 1 9, 1 3 4, 4 3 7, 7 3 10, 10 3 13, 13 2 15. എന്നിട്ട് ഈ 159നെ 7 കൊണ്ട് ഹരിച്ചു കൊടുക്കുക. ഒരു ആഴ്ചയിൽ 7 ദിവസമല്ലേ. അപ്പോൾ ഓരോ 7 14, 5 4 1 9, 7 14, 5 4 9. അപ്പോൾ ഈ സൺഡേ പ്ലസ് 5 ഡേയ്സ് ആയിരിക്കും 20th സെപ്റ്റംബർ. സൺഡേ പ്ലസ് 5 എത്രയാണ്? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അപ്പോൾ ഫ്രൈഡേ ആയിരിക്കും 20th സെപ്റ്റംബർ 2030 എന്ന് പറഞ്ഞാൽ. ഒന്നും ചെയ്യാനില്ല. 14th ഏപ്രിൽ 2030 സൺഡേ ആണെന്ന് ഇപ്പോൾ തന്നിട്ടുണ്ട്. ബാക്കി എത്ര ദിവസം ഉണ്ടെന്ന് എഴുതുക. 16, മെയ്യിൽ 31, ജൂണിൽ 30, ജൂലൈയിൽ 31 ദിവസം, ആഗസ്റ്റിൽ 31 ദിവസം, 20ാമത്തെ ദിവസമാണ് കഴിയുക. അപ്പോൾ 20 കൂടെ കൂട്ടി 20th സെപ്റ്റംബർ എടുക്കുക. മോഡിൽ കൂട്ടില്ല. മോഡിൽ 14ാമത്തെ ദിവസം സൺഡേ എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളതാണ് എടുക്കുള്ളൂ 16. പക്ഷേ ഇത് സെപ്റ്റംബർ 20 ഏത് ദിവസമാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 20 കൊണ്ട് എടുക്കും. ടോട്ടൽ 159 കിട്ടും. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കാരണം 7 ഡേയ്സ് കഴിയുന്നതോറും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ശിഷ്ടം 5 വന്നു. ആ 5 സൺഡേയുടെ കൂടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഫ്രൈഡേ ആയിരിക്കും 20th സെപ്റ്റംബർ 2030 എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Man is related to brain in a similar way computer is related to. Option A monitor, option B RAM, option C UPS, option D CPU. അപ്പോൾ മാനിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം ബ്രെയിനാണ്. അപ്പോൾ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം CPU ആണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ ഓപ്ഷൻ ഡി CPU. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 19. ക്വസ്റ്റ്യൻ നമ്പർ 19 സിമ്പിളാണ്. സാധാരണ ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻ ഇച്ചിരി പ്രയാസപ്പെടുന്ന രീതിയിലാണ് ചോദിക്കാറ്. ഇതിൽ കാവ്യ ഈസ് എൽഡർ ദാൻ വീണ. അപ്പോൾ കാവ്യ കെ എന്ന് വിചാരിക്കുക. എൽഡർ ദാൻ വീണ. വീണ താഴെയാണ്, കാവ്യാണ് എൽഡർ. അടുത്തത് അനു ഈസ് യങ്ങർ ദാൻ കുട്ടൻ. അനു യങ്ങറാണ്. അപ്പോൾ അനു താഴെ വരും. കുട്ടനാണ് എൽഡർ അല്ലേ? കുട്ടൻ കാവ്യ അവിടെ പറഞ്ഞിട്ടുണ്ട്. കുട്ടൻ, അനു ഈസ് യങ്ങർ ദാൻ കുട്ടൻ, കാവ്യ ഈസ് എൽഡർ ദാൻ വീണ. അങ്ങനെയാണെങ്കിൽ കാവ്യ ഈസ് എൽഡർ ദാൻ വീണ, അനു ഈസ് യങ്ങർ ദാൻ കുട്ടൻ ആൻഡ് വീണ ഈസ് എൽഡർ ദാൻ കുട്ടൻ. വീണ കുട്ടനേക്കാളും എൽഡറാണ്. കുട്ടനേക്കാൾ എൽഡറാണ് വീണ. അപ്പോൾ കുട്ടൻ വീണയുടെ താഴെ പ്രായമുള്ള ആളാണ്. ഹൂ ഈസ് എൽഡസ്റ്റ്. അപ്പോൾ ഇതിലേറ്റവും എൽഡസ്റ്റ് ആരാണ്? കാവ്യ അല്ലേ? ഓപ്ഷൻ സി കാവ്യാണ് റൈറ്റ് ആൻസർ. ഇനി ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 20. ഇഫ് വി അറേഞ്ച് നമ്പേഴ്സ് 1 2 6 3 5 2 4 9 in ascending order, how many numbers keep the same position? അപ്പോൾ 1 2 തന്നിരിക്കുന്ന നമ്പർ അതുപോലെ തന്നെ എടുത്തെഴുതും. 1 2 6 3 5 2 4 9. ഇത് അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിയുമ്പോൾ സെയിം പൊസിഷനിൽ പറഞ്ഞാൽ നമ്പേഴ്സിൻ്റെ സെയിം നമ്പർ കീപ്പ് ചെയ്ത നമ്പേഴ്സ് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ നമുക്ക് ഇവിടെ 1 തന്നെ വരും, 2 വരും, പിന്നെ ഒരു 2 കൂടെ ഉണ്ട്, 2, പിന്നെ 3 ആണ് വരുന്നത്, 4 5 6 9. ഇതിൽ ഒരേ പൊസിഷൻ കീപ്പ് ചെയ്തേക്കുന്ന സംഖ്യകൾ എത്രയാണ്? 1 ഒരേ പൊസിഷൻ കീപ്പ് ചെയ്തു, 2 ഒരേ പൊസിഷൻ കീപ്പ് ചെയ്തു, 3 ഒരേ പൊസിഷൻ കീപ്പ് ചെയ്തു, 5 4 2 5 4 6 9 ഒരേ പൊസിഷൻ കീപ്പ് ചെയ്തു. അപ്പോൾ 1 2 3 4 4 നമ്പേഴ്സാണ് ഒരേ പൊസിഷൻ കീപ്പ് ചെയ്തേക്കണേ. ഓപ്ഷൻ ഡി 4 ആണ് ആൻസർ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. മേ ബി രണ്ട് തവണ ആവർത്തിച്ചുകൊണ്ടായിരിക്കാം PSC ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. അപ്പോൾ
അപ്പോൾ ഇതാണ് മാത്സ് ആൻഡ് മെൻ്റബിലിറ്റി ഭാഗത്ത് വരുന്ന 20 ക്വസ്റ്റ്യൻസ്.